പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ, പരിശുദ്ധ കുർബാനയോടൊത്തായിരിക്കുവാൻ, പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ സർവസ്വവും എന്ന സത്യം തിരിച്ചറിയാൻ ഈ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ ഈ വർഷം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന വർഷമാകണം എന്ന് അതിരൂപതയുടെ ആലോചനാ സമിതികളെല്ലാം ഒരു മനസ്സോടെ ചിന്തിച്ചത് ഏറെ അർത്ഥപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ മലബാറിൻ്റെ മണ്ണിലേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികർ കുടിയേറി പാർത്തപ്പോൾ നമ്മളെ നമ്മളാക്കി തീർക്കാൻ കർത്താവ് കൂടെ നടന്ന അനുഭവമാണ് കുടിയേറ്റ ജനതയ്ക്ക് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. സ്വന്തമായി ഒരു ഷെഡ് കെട്ടുന്നതിന് മുൻപേ ജനം തങ്ങൾക്ക് പൊതുവായി ഒരാല നിർമ്മിച്ച് അവിടെ പരിശുദ്ധ കുർബാന അർപ്പിച്ച് അപ്രകാരം നിർമ്മിച്ച ആലകൾ പിന്നീട് ഒരു ജനതയുടെ വിശ്വാസത്തിൻ്റെയും സാമൂഹിക ജീവിതത്തിൻ്റെയും അടിസ്ഥാന കേന്ദ്രമായി മാറിയ പട്ടണങ്ങളായി പരിണമിച്ച ഈ മലബാറിലെ സകലമാന കുടിയേറ്റ കേന്ദ്രങ്ങളും പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റും വളർന്ന നഗരങ്ങളാണ് എന്ന് നമുക്കേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റും. ആദിമസഭ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൻ്റെ സുന്ദരമായ ഒരു പദപ്രയോഗമുണ്ട്. സീനെ ഡോമിനിക്ക നോൺ പോസിമോസ് എന്നാണ്. അതായത് ഞായറാഴ്ച കുർബാനയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് ആദിമസഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്തു. ശരിക്കും ആ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ പൂർവികരുടെ പിൻഗാമികളാണ് നാം. അതുകൊണ്ടാണ് കുടിയേറ്റത്തിൻ്റെ ശതാബ്ദിയിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുമ്പോൾ നാം ഈ വർഷം എങ്ങനെ ആചരിക്കണം എന്ന ചിന്തയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. നമ്മെ നമ്മളാക്കിയ പരിശുദ്ധ കുർബാനയെ ധ്യാനിക്കാൻ, സ്നേഹിക്കാൻ ഈ വർഷം നമുക്ക് സമർപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ഒരു അപ്പമല്ല, അതൊരു വസ്തുവല്ല. നമ്മുടെ കർത്താവും രക്ഷകനുമായ പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ തൻ്റെ സകല മഹിമപ്രതാപങ്ങളോടെ ദൈവത്വത്തിൻ്റെ പൂർണ്ണതയിൽ നമ്മോടൊത്തായിരിക്കുന്നതാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം ദൈവജനത്തെ ദൈവം വിളിക്കുമ്പോൾ അവർക്കെല്ലാം കൊടുക്കുന്ന ഒരാശ്വാസത്തിൻ്റെ വചനമുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടു കൂടെയുണ്ട്. ഇതാണ് ദൈവം താൻ ക്ഷണിച്ച, താൻ തിരഞ്ഞെടുത്ത സകലമാന മനുഷ്യരോടും ആവർത്തിച്ച് പറഞ്ഞ സത്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന ആ ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ സാക്ഷാത്കാരമാണ് പരിശുദ്ധ കുർബാനയിൽ നമ്മോടൊത്ത് വസിച്ചുകൊണ്ട് ദൈവം ഇവിടെ സാക്ഷാത്കരിക്കുന്നത്. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സില് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം സത്യമായും ദൈവം നമ്മോടൊത്ത് വസിക്കുമ്പോൾ, അവിടുന്ന് നമ്മോട് മുഖാമുഖം സംസാരിക്കുമ്പോൾ, അവിടുന്ന് തൻ്റെ കരങ്ങൾ നീട്ടി നമ്മെ തൊടുമ്പോൾ സുഖപ്പെടാത്ത ഏത് രോഗങ്ങളാണുള്ളത്, വിട്ടുമാറാത്ത ഏത് സങ്കടങ്ങളാണുള്ളത്, അവിടത്തേക്ക് തുടച്ചു നീക്കാൻ കഴിയാത്ത ഏത് കണ്ണുനീരാണ് നമ്മിൽ ശേഷിക്കുക. വിശ്വസിക്കുക, നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ പോകുന്ന അവസരമാണ് ഈ പരിശുദ്ധ കുർബാന എന്ന സത്യം ഓർക്കുക. മൂന്നാമതായി, അവസാനമായി മദർ തെരേസ പറഞ്ഞ ഒരു സത്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മദർ തെരേസയെ സൗദി അറേബ്യയിൽ മഠം തുടങ്ങാൻ അവിടുത്തെ രാജാവ് നേരിട്ട് ക്ഷണിച്ചു. മദറിൻ്റെ വലിയ നന്മകൾ കേട്ട്
ഇതര മതസ്ഥർക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് പരിമിതികളുള്ള രാജ്യത്ത് രാജാവ് തന്നെ മദറിനെ വിളിച്ചു. മദറിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു. മദർ പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന വേണം, ഒരു വൈദികനെ അതുകൊണ്ട് ഇവിടെ താമസിപ്പിക്കണം, ഈ രാജ്യത്തൊരു വൈദികന് കൂടി അനുവാദം കൊടുക്കണം. രാജാവ് പറഞ്ഞു, അത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമത്തിനെതിരാണ്. മദർ പറഞ്ഞു, പരിശുദ്ധ കുർബാനയില്ലാതെ ഞങ്ങൾക്ക് നന്മ ചെയ്യാനാവില്ല, ഞങ്ങളുടെ ശക്തി പരിശുദ്ധ കുർബാനയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാനയിൽ, എന്നിട്ട് മദർ തെരേസ പറഞ്ഞ സുന്ദരമായൊരു വാചകം ഇതാണ്: പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ കഴിയാത്തവർക്ക് ഒരിക്കലും സാധാരണക്കാരനിൽ, പാവപ്പെട്ടവനിൽ, ദരിദ്രനിൽ, രോഗിയിൽ ഈശോയുടെ തിരുമുഖം കാണാൻ കഴിയില്ല. എല്ലാ ജീവകാരുണ്യവും ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന അത്ഭുതകരമായ സത്യം പ്രിയപ്പെട്ടവരെ ആ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതൊരു വലിയ സത്യമാണ്. പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച് സർവ്വതും അപരനായി പങ്കുവയ്ക്കുന്ന ദിവ്യകാരുണ്യമായി മാറുന്ന അത്ഭുതമാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ സംഭവിക്കാനിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥനയോട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോട് സകല വിശുദ്ധരുടെയും വിശിഷ്യ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മാതാവിൻ്റെയും ദിവ്യകാരുണ്യമായ ഈശോയെ പോറ്റി വളർത്തിയ നമ്മുടെ അതിരൂപത മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇവിടെ ആരംഭിച്ചതായി അറിയിക്കുന്നു. ദൈവത്തിന് സ്തുതിയുണ്ടായിരിക്കട്ടെ.